ഹായ് വോസ്, ഞാൻ ഷൈജു കോഷ്ടക്കാവ്. ഷൈൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഷൈൻ വീഡിയോസിൻ്റെ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത്. വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ഉള്ളവർക്കെല്ലാം അറിയാം, എന്നാലും അറിയാത്ത ചുരുക്കം പേരെങ്കിലും ഉണ്ടാവുമല്ലോ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തൊരു വീട് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവും ഗ്യാസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ആ ബുക്കിംഗ് ചെയ്തിരിക്കുന്ന, അതായത് ഏത് ഫോൺ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ ഫോൺ നമ്പറിൽ നിന്ന് നമുക്ക് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ഓരോന്നോരോ അവർ പറയുന്ന കണക്കിന് തന്നെ കൺഫേം ചെയ്യാനായിട്ട് ഒന്നമർത്തുക, സ്ഥിരീകരിക്കണം. അങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാണ് കൺഫേം ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഗ്യാസ് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അത് സിമ്പിളായിട്ട് ഒരുവിധപ്പെട്ടവരെല്ലാം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വേറൊന്നുമല്ല, ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാത്തരം ബില്ലും അതിനകത്ത് അടയ്ക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാസും നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് ഉള്ള കാര്യമൊന്ന് പരിചയപ്പെടുത്താനായിട്ട് വന്നത്. അപ്പോൾ അതിന് സിമ്പിളായിട്ടാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പം ആ അക്കൗണ്ട് ഹോൾഡർ, അതായത് ഈ ഏത് മൊബൈൽ നമ്പറാണോ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ വേണമെന്നില്ല. അപ്പോൾ കുടുംബത്തിൽ അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് ചില പഴയ ഫോണായിരിക്കും ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് മറ്റേ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ആ ഗൂഗിൾ പേ വഴി തന്നെ നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പം ബുക്ക് ചെയ്യുന്ന ഒരാളാണ്. അമ്മയുടെ പേരിലാണ് ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ കൃത്യമായ വില അറിയാം. ആ വില അറിയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതുവഴി ഡയറക്റ്റ് തന്നെ ആ പൈസ അടച്ചുകൊണ്ട് പിറ്റേ ദിവസം ഏജൻസിയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുമായിട്ട് എത്തിച്ചേരുമ്പോൾ അവിടെ നമ്മളെ തൊട്ടടുത്ത ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ മനസ്സിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളൊരു 30 രൂപയോ അല്ലെങ്കിൽ 40 രൂപയോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമ്മൾ കൊടുത്താൽ മാത്രം മതി. ബാക്കി ഓൾറെഡി സിലിണ്ടറിൻ്റെ പൈസ നമ്മൾ ഓൾറെഡി ഗൂഗിൾ പേ വഴി അടച്ചു കഴിഞ്ഞു. നമുക്ക് അവർക്ക് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു പണിയാണ്. ലോഡിറക്കി അത് അടുത്ത വണ്ടിയിൽ, ചെറിയ വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് അവിടെ നമുക്ക് കൊണ്ടുവന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് വെച്ച്, എന്നാൽ ചോദിക്കും അവർക്ക് സാലറി കിട്ടുന്നില്ല എന്ന്. പക്ഷേ ആ സാലറി ഒന്നും ഈ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്കത് കുറവായിട്ട് തന്നെ തോന്നത്തുള്ളൂ. കാരണം അത്ര ഹാർഡ് വർക്കാണ്. അപ്പോൾ അത് നിങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഗ്യാസ് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കാം. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഇതിൽ ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ പേ വഴി നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗൂഗിൾ പേ എടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്യാസ് എടുക്കണം. മാനേജ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ഞെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സംഭവങ്ങൾ വരും. കണ്ടില്ലേ, മൊബൈൽ റീചാർജ് ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്, DTH ഉണ്ട്, ഫാസ്ടാഗ് ഉണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം. ഇവിടെ ഒരുപാട് കമ്പനീസിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗ്യാസ് ഉണ്ട്, ഭാരത് ഗ്യാസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഏത് സിലിണ്ടറാണോ ഉള്ളത് ആ സിലിണ്ടർ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇന്ത്യൻ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ ഓൾറെഡി എനിക്കുള്ള ഇൻ്റർഫേസിനകത്ത് ഞാൻ ബുക്ക് ചെയ്തതൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ടാണിത് ബുക്ക് ചെയ്യാൻ പോകുന്നത്, ഗൂഗിൾ പേ വഴി ബുക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഏത് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്, ഇന്ത്യൻ ഗ്യാസിൻ്റെ ആണെങ്കിൽ ഇന്ത്യൻ ഗ്യാസിൻ്റെ, അതല്ല ഭാരതിൻ്റെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ID ചോദിച്ചുകൊണ്ടൊരു സംഭവം വരും. അതായത് ഗ്യാസ് ബുക്കിംഗ് കടയിൽ, അതായത് ഏജൻസിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബുക്ക് നിങ്ങൾ പതിപ്പിക്കാനായിട്ട് കൊടുക്കുന്ന ആ ബുക്കിനകത്ത് നിങ്ങളുടെ കസ്റ്റമർ ID ഉണ്ട്, കൺസ്യൂമർ ID ഉണ്ട്. ആ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ഈ സംഭവം എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പൂർണ്ണമായ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ ഗൂഗിൾ പേ വഴി തന്നെ കാണിക്കും. അപ്പോൾ കാണിച്ചതിൻ്റെ പുറകെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എല്ലാ മാസവും ഇതുപോലെ തന്നെ ഗ്യാസിന് അതായത് ഗ്യാസിൻ്റെ റേറ്റിന് വേരിയേഷൻ ഉണ്ട്. ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ അമർത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ സറൗണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന പ്ലീസ് ഓർഡർ. ഞാനിപ്പോൾ അടുത്ത ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു. അതേ സെയിം റേറ്റാണ്, ഇന്നും അതേ സെയിം റേറ്റാണ്. ഇന്നിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേറ്റിന് നമുക്ക് ഒരു കുറ്റിയും കൂടെ കിട്ടും. 2 കുറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ 2 കുറ്റിയും ബുക്ക് ചെയ്യുക. 2 ദിവസത്തെ ഗ്യാപ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കുക. കാരണം കുറച്ച് പേരെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി.